So hi guys. Our next question എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് അറേ എക്സെപ്റ്റ് സെൽസ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നോക്കാം. Given an integer array nums, return an array answer such that answer of I is equal to product of all the elements of nums except nums of I. The product of any prefix or suffix of nums is guaranteed to fit in a 32-bit integer. You must write the algorithm in big O of n time and without using the division operation. ഓക്കെ, സോ അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ടെസ്റ്റ് കേസസ് നോക്കുമ്പോൾ ഒരു അറേ തന്നിട്ടുണ്ട് നംസ് എന്ന് പറഞ്ഞിട്ട്, ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഓരോ കറണ്ട് ഇൻഡെക്സിനെ ഇൻക്ലൂഡ് ചെയ്യാതെ ബാക്കിയുള്ള ഇൻഡെക്സിൻ്റെ പ്രോഡക്റ്റാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വേണ്ടത്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇൻഡെക്സിൽ നോക്കുമ്പോൾ 2 × 3 × 4 ആണ് വരുന്നത്. സെക്കൻഡ് ഇൻഡെക്സ് നോക്കുമ്പോൾ 1 × 3 × 4 ആണ് വരുന്നത്. തേർഡ് ഇൻഡെക്സ് നോക്കുമ്പോൾ 1 × 2 × 4 ആണ് വരുന്നത്. അതേപോലെ ലാസ്റ്റ് ഇൻഡെക്സ് 1 × 2 × 3 ആണ് വരുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്കിത് ഇവർ പറഞ്ഞിട്ടുണ്ട് ബിഗ് ഓഫ് എൻ ടൈം കോംപ്ലക്സിറ്റിയിലാണ് നമുക്ക് വേണ്ടതെന്നും ഡിവിഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്യാൻ പാടില്ലെന്നും, അല്ലേ? സോ ഇത് ഏറ്റവും ഒപ്റ്റിമൽ കേസാണ്. നമുക്ക് ബ്രൂട്ട് ഫോഴ്സിൽ നിന്ന് തന്നെ വർക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, സോ ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷൻ എന്തായിരിക്കും? ബിഗ് ഓഫ് എൻ സ്ക്വയറിൽ നമുക്ക് ഈ അറേ 2 പ്രാവശ്യം ഐറ്ററേറ്റ് ചെയ്ത് നമുക്ക് എല്ലാ പേഴ്സ് കണ്ടുപിടിച്ച് അങ്ങനെ അതിൻ്റെ പ്രോഡക്ട്സ് എടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇൻഡെക്സ് സെയിം ആവുന്ന കേസ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ബാക്കിയുള്ള കേസസിലുള്ള പ്രോഡക്ട്സ് കണ്ടുപിടിക്കാം, അത് ആൻസർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അത് വളരെ ഇൻറ്റ്യൂട്ടീവ് ആണ്. നമുക്കതിൻ്റെ കോഡ് നേരെ കാണാം. സോ ബ്രൂട്ട് ഫോഴ്സിൻ്റെ കോഡ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അപ്പം നമുക്ക് എക്സ്റ്റേണൽ ലൂപ്പ് ഉണ്ട്, ഒരു ഇന്റേണൽ ലൂപ്പ് ഉണ്ട്. നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊരു നമ്പറിലോട്ട് 1 വെക്കുന്നു. ഇൻഡെക്സ് സിമിലർ അല്ലാത്ത കേസസിൽ നമ്മൾ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നു, ആൻഡ് നമ്മൾ ആൻസർ അറേയിലോട്ട് പ്രോഡക്റ്റ് വെക്കുന്നു. ഓക്കെ, സോ അതും ഈസിയാണ്. ബിഗ് ഓഫ് എൻ സ്ക്വയർ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റിയും ഔട്ട്പുട്ട് അറേയുടെ ബിഗ് ഓഫ് എൻ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ്. ഇനി ഒരു ബെറ്റർ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇവർ ഡിവിഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, അല്ലേ? സോ ഡിവിഷൻ ഓപ്പറേഷൻ്റെ ഒരു സൊല്യൂഷൻ എന്തായിരിക്കും? നമ്മൾ ഈ ഫുൾ അറേയുടെ പ്രോഡക്റ്റ് നമ്മളൊരു വേരിയബിളിൽ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ഓരോ കറണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നു. സോ അതും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അതുകൊണ്ട് അത് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണോ എന്ന് വെച്ചാൽ ടൈം കോംപ്ലക്സിറ്റി സ്പേസ് കോംപ്ലക്സിറ്റി വൈസ് അത് ഒപ്റ്റിമൽ ആണെങ്കിലും അതൊരു നേരെ മാത്തമാറ്റിക്കൽ അപ്രോച്ച് ആയതുകൊണ്ട് അത് ഇപ്പോൾ ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ സീറോസ് വരുമ്പോൾ നമ്മൾ കുറച്ച് എഡ്ജ് കേസസ് ഇതിൻ്റെ അത് ഹാൻഡിൽ ചെയ്യാനുണ്ട്. നമുക്ക് നേരെ അങ്ങ് ഡയറക്റ്റ് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റത്തില്ല, കാരണം അത് 0 ആയിപ്പോവും. പിന്നെ നമുക്ക് ഈ ആൻസറിൻ്റെ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ കോഡ് ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് എഡ്ജ് കേസസ് ഒന്ന് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഡിവിഷൻ്റെ ഇത് നമുക്ക് കോഡൊന്ന് കണ്ടിട്ട് നമുക്ക് ആ കോഡൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷനിലോട്ട് പോവാം. ഓക്കെ, സോ നമുക്ക് ഡിവിഷന് വേണ്ടി കോഡ് എഴുതുമ്പോൾ ആദ്യം നമുക്ക് ആൻസർ അറേ നമുക്ക് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അറേയിൽ കൂടെ ഒന്ന് ഐറ്ററേറ്റ് ചെയ്യാം. ഓക്കെ, ഫോർ ലെറ്റ് നം ഓഫ് നംസ്. നമുക്ക് ഈ അറേയിൽ കൂടെ ഐറ്ററേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് ആണ് വേണ്ടത്, അല്ലേ? സോ ഫസ്റ്റ് ലൂപ്പിൽ കൂടെ നമുക്ക് പ്രോഡക്റ്റ് വേണം. അപ്പം നമുക്ക് പ്രോഡക്റ്റ് എന്നൊരു വേരിയബിൾ വെച്ചിട്ട് 1 ഇനിഷ്യലൈസ് ചെയ്യാം. ആൻഡ് പ്രോഡക്റ്റ് ഇൻറ്റു ഈക്വൽ ടു നമ്പർ എന്ന് കൊടുക്കാം. ഓക്കെ, പ്രോഡക്റ്റ് ഇൻറ്റു ഈക്വൽ ടു നമ്പർ. സോ നമ്മൾ നോൺ സീറോ എലിമെൻറ്റ്സിനെ നമുക്ക് ഇങ്ങനെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. പക്ഷേ ഇനിയിപ്പോൾ ഇതൊരു 0 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് 0-നോട് മൾട്ടിപ്ലൈ ചെയ്തുമ്പോൾ പ്രോഡക്റ്റിൻ്റെ വാല്യൂ നമുക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ചെക്ക് ചെയ്യാം. ഇഫ് നമ്പർ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കൊരു കേസ് ഹാൻഡിൽ ചെയ്യണം. അല്ലാത്ത കേസിൽ നോൺ സീറോ എലമെൻറ്റ്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രോഡക്റ്റിലോട്ട് ആ വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് 0 ആണെങ്കിൽ നമുക്കിവിടെ ഒരു കൗണ്ടർ വേരിയബിളും കൂടെ വയ്ക്കാം. 0 കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൗണ്ടർ വേരിയബിൾ വയ്ക്കാം. എത്ര സീറോസ് ഉണ്ടെന്ന് നമുക്കിപ്പോൾ കൗണ്ട് ചെയ്ത് പോകാം ഇനീഷ്യൽ ലൂപ്പിൽ. അപ്പോൾ നമുക്ക് 0 കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്ത് പോവാം. ഓക്കെ, അതാണ് ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സീറോസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് 0 കൗണ്ട് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് പോകുന്നു. ബാക്കിയുള്ള കേസസിൽ നമ്മൾ പ്രോഡക്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നു. ഓക്കെ,
ഇനി നമുക്ക് ഒരു ലൂപ്പും കൂടെ പോകണം. ഫോർ ലെറ്റ് നം ഓഫ് നംസ്. ഒന്നും കൂടെ നമ്മൾ ഈ അറേ നമ്മൾ ഐട്രേറ്റ് ചെയ്യുന്നു. പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഐട്രേഷൻ, സെക്കൻഡ് ഐട്രേഷൻ നമ്മുടെ ആൻസർ അറേ പോപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്കിനി ആൻസർ അറേ പോപ്പുലേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് വീണ്ടും നോൺ സീറോ എലമെന്റ്സിന്റെ കേസാണ്. നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ഡോട്ട് പുഷ്. നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയല്ലോ, പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ തന്നെ കൊടുത്താൽ മതി അല്ലേ? അവിടെ തീർന്നു ഇത്. അപ്പോൾ പക്ഷേ സീറോന്റെ ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും നമ്മളിവിടെ ചെക്ക് ചെയ്യണം ഇഫ് സീറോ ഉണ്ടോ. ഈ അറയിൽ ഏതെങ്കിലും സീറോ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നേരെ പുഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സീറോ കൗണ്ട് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമുക്കിവിടെ ഒരു കണ്ടീഷൻ എഴുതണം. എൽസ് കേസിൽ നമ്മളിപ്പോൾ എഴുതിയത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എൽസിൽ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ സീറോ കൗണ്ട് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ഡോട്ട് പുഷ്. ഓക്കെ, ആൻസർ ഡോട്ട് പുഷ് നമുക്ക് കറണ്ട് നമ്പർ ഈ സീറോ വരുന്ന ടെസ്റ്റ് കേസസ് നോക്കുവാണെങ്കിൽ, അതായത് സീറോ കൗണ്ട് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുമ്പോൾ ഈ ഒരു ടെസ്റ്റ് കേസാണ്. ഇവിടെ ഒരു സീറോ ഉണ്ട്, സീറോ കൗണ്ട് 1 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൻസർ അറയിൽ എന്ത് ചെയ്യണം? കറണ്ട് എലമെന്റ് സീറോ ആണെങ്കിൽ അവിടെ നമ്മൾ പ്രോഡക്റ്റ് ഫില്ല് ചെയ്യണം. സീറോ അല്ലാത്ത കേസസിൽ നമ്മൾ സീറോ ഫില്ല് ചെയ്യണം. ഓക്കെ, സോ ആൻസർ ഡോട്ട് പുഷ് നമുക്ക് കറണ്ട് എലമെന്റ് സീറോ ആവുന്ന കേസ്, അതായത് നമ്പർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമ്മൾ അവിടെ പ്രോഡക്റ്റ് പുഷ് ചെയ്യണം. അല്ലാത്ത കേസസിൽ നമ്മൾ സീറോ പുഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ആൻസർ അറയിലോട്ട് നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ആൻസർ അറേ നമുക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ, സോ നമ്മളിത് റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ ടെസ്റ്റ് കേസസ് കിട്ടുന്നുണ്ട്. നമുക്ക് എല്ലാം ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. എല്ലാ ടെസ്റ്റ് കേസസും ഒന്ന് വാലിഡേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ടെസ്റ്റ് കേസ് ഫെയിൽ ആകുന്നുണ്ട്, അതായത് മൾട്ടിപ്പിൾ സീറോസ് വരുന്നത്. നമുക്ക് ഈ ഒരു ടെസ്റ്റ് കേസ് ഒന്ന് കാണാം. സോ അതായത് ഇവിടെ ഇപ്പൊ മൾട്ടിപ്പിൾ സീറോസും നോൺ സീറോ എലമെന്റ്സും ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമുക്ക് മൾട്ടിപ്പിൾ സീറോസ് ഉള്ള കേസ്, അതായത് സീറോ കൗണ്ട് എന്ന് പറയുന്നത്, ഓക്കെ ഒരു ടെസ്റ്റ് കേസ് നമുക്ക് വാലിഡ് വാല്യൂ അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ നോൺ സീറോ എലമെന്റ്സ്, ഐ മീൻ സീറോ കൗണ്ട് ഗ്രേറ്റർ ദാൻ 1 വരുന്ന കേസാണ് അല്ലേ? അതായത് മൾട്ടിപ്പിൾ സീറോസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരെ എല്ലാ അറേസും എല്ലാ എലമെന്റ്സും സീറോ ആയിട്ട് അങ്ങ് റിട്ടേൺ ചെയ്യും. നമുക്ക് വേറെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇതൊരു എഡ്ജ് കേസാണ്. നമ്മൾ സീറോ വരുന്നതിന്റെ ഹാൻഡിൽ ചെയ്യാനുള്ള വേറൊരു എഡ്ജ് കേസാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇഫ് സീറോ കൗണ്ട് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അതാണ് അപ്പൊ നേരെ റിട്ടേൺ ന്യൂ അറേ ഓഫ് nums dot length dot fill of 0. അപ്പോൾ നമുക്ക് നേരെ ഇതങ്ങ് റിട്ടേൺ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ടെസ്റ്റ് കേസ് ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്താ പറയുന്നതെന്ന്. കണ്ടോ, ഒന്നിൽ കൂടുതൽ സീറോ വരുവാണെങ്കിൽ നമ്മൾ നേരെ സീറോ ആയിട്ട് അങ്ങ് റിട്ടേൺ ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ ടെസ്റ്റ് കേസും പാസ്സായിട്ടുണ്ട്. സോ ഇതാണ് ഡിവിഷൻ ഓപ്പറേഷൻ്റെ ഇത്. നോൺ സീറോ ആയിരുന്നു ഈ കോഡ് നമ്മൾ എഴുതേണ്ട, നമുക്ക് നേരെ പറഞ്ഞു പോകായിരുന്നു. പക്ഷെ സീറോ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ സീറോന്റെ ഒരു പ്രോപ്പർട്ടി മനസ്സിലാക്കാനാണ് നമ്മൾ ഈ കോഡ് ഒന്ന് കണ്ടത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഓക്കെ, സോ അതാണ് വിത്ത് ഡിവിഷന്റെ നമുക്ക് കിട്ടുന്നൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ ടൈം കോംപ്ലക്സിറ്റി പറയുമ്പോഴത്തേക്ക് ഒപ്റ്റിമലിന്റെ അതേ ടൈം കോംപ്ലക്സിറ്റി കിട്ടും. കാരണം ഒറ്റ പ്രാവശ്യം നമ്മൾ ഐട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ബിഗ് ഓഫ് എന്നും സ്പേസ് കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് എൻ ആണ്. ഓക്കെ, സോ അതാണ് അതിന്റെ ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഇനി ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്നത് ഡിവിഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് ബിഗ് ഓഫ് എൻ ടൈമിൽ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ അതിന് ഒരു മെത്തേഡുണ്ട്. പ്രിഫിക്സ് പ്രോഡക്റ്റും സഫിക്സ് പ്രോഡക്റ്റും കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ആൻസറിലോട്ട് നേരെ അത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. അതായത് ഇപ്പോൾ നമുക്കിവിടെ 2ന് എന്താണ് വേണ്ടത്? ഇതിന്റെ ലെഫ്റ്റിലോട്ടുള്ള എല്ലാ എലമെന്റ്സിന്റെ പ്രോഡക്റ്റും 2ന്റെ റൈറ്റിലോട്ടുള്ള എല്ലാ എലമെന്റ്സിന്റെയും പ്രോഡക്റ്റ് ആണ് 2ൽ വരേണ്ടത് അല്ലേ? അതായത് 2 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 1 × 3 × 4 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഒരു കറണ്ട് ഇൻഡെക്സ് ഐനെ അതിന്റെ പ്രീവിയസിലുള്ള ലെഫ്റ്റിലുള്ള എല്ലാ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, റൈറ്റിലുള്ള എല്ലാ എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ കറണ്ട് ഇൻഡെക്സ് ഐയിലെ നമുക്ക് അത് പോപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു
സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് 2 രീതിയിൽ ചെയ്യാം. നമുക്ക് ഐദർ ഫസ്റ്റ് ഐറ്ററേഷനിൽ നമുക്ക് ഇൻഡെക്സ് ഐന് അതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള എലിമെന്റ്സിന്റെ പ്രോഡക്റ്റ് എല്ലാം കണ്ടുപിടിച്ച് വെക്കാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഐറ്ററേഷനിൽ അതിന്റെ ഒരു ഇൻഡെക്സിലുള്ള റൈറ്റിന്റെ എലിമെന്റ്സിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് വെക്കാം. എന്നിട്ട് ലാസ്റ്റ് ഐറ്ററേഷനിൽ ആ അറേ ഫുള്ള് ഐറ്ററേറ്റ് ചെയ്തിട്ട് ആ ലെഫ്റ്റിലുള്ള എലിമെന്റ് റൈറ്റിലുള്ള എലിമെന്റിന്റെയും പ്രോഡക്റ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോവാം. അതിന്റെ കോഡ് നമുക്കൊന്ന് കാണാം, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ ആൻസർ അറേ നമ്മൾ എടുത്തിട്ടുണ്ട്, പിന്നെ പ്രീഫിക്സും സഫിക്സും എന്ന് പറഞ്ഞ് 2 അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പ്രീഫിക്സിന്റെ ഫസ്റ്റ് എലിമെന്റിന്റെ വാല്യൂ 0 എന്ന് കൊടുക്കുന്നു. അതേപോലെ സഫിക്സിന്റെ ലാസ്റ്റ് എലിമെന്റ്, നമ്മൾ ലാസ്റ്റ് എലിമെന്റിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യും, അപ്പൊ അത് 1 എന്ന് കൊടുക്കുന്നു. ഇതിന്റെ ഇത് 1 എന്ന് കൊടുക്കുന്നു, ഇവിടെ 1 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഐറ്ററേറ്റീവ് ആണ്. ഫോർ ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു 1 ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കാരണം പ്രീഫിക്സ് ആണ് പോപ്പുലേറ്റ് ചെയ്യുന്നത്. പ്രീഫിക്സിന്റെ 0 നമ്മൾ ഓൾറെഡി ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ n വരെ പോകുന്നുണ്ട്. പ്രീഫിക്സ് നമ്മൾ എങ്ങനെ എടുക്കുന്നു? കറണ്ട് നംസ് എന്ന് പറയുന്ന അറേയുടെ പ്രീവിയസ് വാല്യൂ പ്രീഫിക്സിന്റെ പ്രീവിയസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഇൻഡെക്സ് ഐന്റെ പ്രീഫിക്സ്, അതായത് i-1 ഉള്ള പ്രോഡക്റ്റ് പ്രീവിയസ് വാല്യൂ വെച്ച് പ്രോഡക്റ്റ് എടുത്ത് പോകുന്നു. സിമിലർലി സഫിക്സിൻ്റെത് നമ്മൾ ഇൻഡെക്സ് ഐന് അതിന്റെ നെക്സ്റ്റ് ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ പ്രോഡക്റ്റ് എടുത്ത് പോകുന്നു. ഓക്കെ, അപ്പൊ പ്രീഫിക്സും സഫിക്സും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസർ അറേയിൽ രണ്ടിന്റെയും ith ഇൻഡെക്സിന്റെ വാല്യൂ വെച്ച് പ്രോഡക്റ്റ് എടുത്ത് പോകുന്നു, അതിനെ നേരെ റിട്ടേൺ ചെയ്യുന്നു. അത്രേ ഉള്ളൂ ഇതിന്റെ കോഡ് എന്ന് പറയുന്നത്. ആൻഡ് ടൈം കോംപ്ലക്സിറ്റി ബിഗ് ഓഫ് എൻഡിൽ നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രീഫിക്സ് ആൻഡ് സഫിക്സിന്റെ ഐഡിയ. നമ്മൾ 2 അറേ വെക്കുന്നു, പ്രീഫിക്സ് സഫിക്സ്. പ്രീഫിക്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു, പിന്നെ സഫിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആൻസർ അറേയിൽ രണ്ടിനെയും പ്രോഡക്റ്റ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇനി ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കോഡായിരിക്കും നമ്മൾ കാണുന്നത്. അതായത് അതിനെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രീഫിക്സ് അറേയും സഫിക്സ് അറേയും ആയിട്ട് 2 അറേ വെക്കേണ്ട. അതിന് പകരം നമുക്ക് ആൻസർ അറേ മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് ആൻസർ അറേ പോപ്പുലേറ്റ് ചെയ്ത് തന്നെ നമുക്ക് പ്രീഫിക്സും സഫിക്സും കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ആ സ്പേസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് 3 ഇൻറ്റു ബിഗ് ഓഫ് എൻ ആവുന്നതിന് പകരം ബിഗ് ഓഫ് എന്നിൽ തന്നെ നമുക്ക് ഒപ്റ്റിമലായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കാണാൻ പോകുന്ന സൊല്യൂഷൻ. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ആൻസർ എന്ന് പറയുന്ന ഒരു അറേ നമുക്ക് വെക്കാം. ഓക്കെ, നമുക്ക് ആൻസർ അറേ വെക്കാം. അത് നമുക്ക് നംസ് ഓഫ് ലെങ്ത് ആയിട്ട് തന്നെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ന്യൂ അറേ ഓഫ് nums ഡോട്ട് ലെങ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്ന ഒരു അറേ ഉണ്ട്. പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് 1 വെച്ച് ഫിൽ ചെയ്ത് പോകാം. ഓക്കെ, ഡോട്ട് ഫിൽ 1. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് എടുക്കണമുണ്ട്, 0 കൊണ്ട് പ്രോഡക്റ്റ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിൽ 1 കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം പ്രീഫിക്സിന്റെ വാല്യൂസ് നമുക്ക് പോപ്പുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫോർ ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു 0 വേണ്ട, 1 തൊട്ട് മതി. 0ന്റെ വാല്യൂ നമ്മൾ ഇവിടെ പോപ്പുലേറ്റ് ചെയ്തു. ഐ ലെസ് ദാൻ നംസ് ഡോട്ട് ലെങ്ത് ആൻഡ് ഐ പ്ലസ് പ്ലസ്. ഓക്കെ, ആൻഡ് നമുക്കിനി ആൻസർ ഓഫ് ഐ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ആൻസർ ഓഫ് ഐ മൈനസ് 1 ഇൻറ്റു ടേംസ് ഓഫ് ഐ മൈനസ് 1. ഓക്കെ, അതായത് നമ്മൾ കറണ്ട് ഇൻഡെക്സ് ആൻസർ അറേയിൽ തന്നെ എടുക്കുന്നു. നമ്മൾ നേരത്തെ സൊല്യൂഷനിൽ കണ്ടത് പ്രീഫിക്സ് അറേയിലാണ് നമ്മൾ ഈ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ, ഇപ്രാവശ്യം നമ്മൾ ആൻസർ അറേയിൽ തന്നെ അതിനെ പോപ്പുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ ആൻസർ അറേയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആൻസർ അറേയിൽ ഇപ്പൊ വന്നത് കണ്ടോ, നമുക്ക് എല്ലാത്തിൻ്റെയും പ്രീഫിക്സ് വാല്യൂസ് ആണ് കിട്ടിയത്. അതായത് 1ൻ്റെത് 1 തന്നെയാണ്. അതിന്റെ ലെഫ്റ്റിൽ നമ്മളൊരു 1 ഉണ്ടെന്നാണ് അസ്യൂം ചെയ്യുന്നത് പ്രീഫിക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അതേപോലെ ഇതിന്റെ റൈറ്റിൽ ഇവിടെ ഒരു 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. 2ന്റെ പ്രീഫിക്സ് പ്രോഡക്റ്റ് എന്താണ്? 1 ഇൻറ്റു 1, 1 തന്നെ വന്നു. 3ൻ്റെ വരുമ്പോൾ 2 ഇൻറ്റു 1 ഇൻറ്റു 1, 2 എന്ന് വന്നു. 4ന് വന്നു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 1, അപ്പോൾ 6 എന്ന് വന്നു. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള പ്രോഡക്റ്റ് നമ്മൾ ഒറ്റ ലൂപ്പിൽ തന്നെ കണ്ടുപിടിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, നമ്മൾ വീണ്ടും ഇനി റൈറ്റ് സൈഡിലുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞ്, പോസ്റ്റ് ഫിക്സ് ഓർ സഫിക്സ് നിങ്ങൾക്ക് എന്ത് നെയിം ആണെങ്കിലും ഇടാം. പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ അറേ ആണ് കഴിഞ്ഞ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ ഒരു വേരിയബിൾ ആയിട്ട് മാത്രം സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ സ്പേസ് നമ്മൾ അത്രയ്ക്ക് റെഡ്യൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ വീണ്ടും ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു, ഇപ്രാവശ്യം നമ്മൾ അറേയുടെ
എൻഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് n എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ അറേയുടെ ലെങ്ത് എടുത്ത് വെക്കാം. ഓക്കെ, മൾട്ടിപ്പിൾ ടൈംസ് റീയൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് n എന്ന് പറഞ്ഞ് നമുക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ലെറ്റ് i ഈസ് ഈക്വൽ ടു n മൈനസ് 1. ഓക്കെ, n മൈനസ് 1, i ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, i മൈനസ് മൈനസ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിനി പോപ്പുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ആൻസർ ഓഫ് i എന്ന് പറയുന്നത് is equal to answer of i into നമുക്ക് ആൻസർ ഓഫ് i എന്ന് പറയുന്നത് ആൻസർ ഓഫ് i ഇൻറ്റു പോസ്റ്റ് ഫിക്സ് ആണ്. ഓക്കെ, ആൻസർ ഓഫ് i ഇൻറ്റു പോസ്റ്റ് ഫിക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ലാസ്റ്റ് എലമെന്റ് ആയിരിക്കും ഇത് വരുന്നത്. 4 ഇൻറ്റു 1 എന്ന് ആദ്യമേ. അപ്പോൾ ഇത് 6 എന്നാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. ഇവിടെ 6 ഇൻറ്റു 1 എന്ന് തന്നെ വന്നു. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് അതുപോലെ തന്നെ നിൽക്കും. അതിന് നമുക്ക് പോസ്റ്റ് ഫിക്സ് എന്ന് പറയുന്ന വേരിയബിൾ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ പോസ്റ്റ് ഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? പോസ്റ്റ് ഫിക്സ് എന്ന് പറയുന്നത് പോസ്റ്റ് ഫിക്സ് ഇൻറ്റു നമ്മുടെ കറണ്ട് അറേയുടെ വാല്യൂ. ഓക്കെ, കറണ്ട് അറേയിലാണല്ലോ ഇപ്പോൾ പ്രിഫിക്സ് വാല്യൂ ഉള്ളത്. അപ്പം നംസ് ഓഫ് i കൊടുക്കുന്നു. അപ്പോൾ ആ പോസ്റ്റ് ഫിക്സിനെ നമ്മൾ അത് പ്രീഫിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് ഇറ്ററേഷൻ വരുമ്പോൾ ആൻസർ അറേയിൽ നമ്മൾ ആൻസറിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് എഫക്റ്റീവ്ലി പ്രീഫിക്സിൻ്റെ പോസ്റ്റ് ഫിക്സ് ആയിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതും ഓക്കെയാണ്. അപ്പോൾ ഈ ഒറ്റ ലൂപ്പ് നമുക്ക് സബ്മിറ്റ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടെ കോഡ് കാണാം. റിട്ടേൺ ആൻസർ. സോ ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കട്ടെ. ഈ ടെസ്റ്റ് കേസസ് എല്ലാം പാസ്സായി. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, സോ സബ്മിറ്റ് ചെയ്യുമ്പോഴും എല്ലാ ടെസ്റ്റ് കേസും പാസ്സാവുന്നുണ്ട്. സോ ഇതാണ് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിവിഷൻ യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്താണ് ഈ കോഡിൽ ചെയ്തതെന്ന് വെച്ചാൽ n is equal to nums dot length and answer array is equal to നമ്മൾ ആൻസർ അറേ എന്ന് പറഞ്ഞ ഒരു അറേ എടുത്തു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കോഡ് എന്ന് പറയുന്നത് ഇതായിരുന്നു. പ്രിഫിക്സും സഫിക്സ് എന്ന് പറഞ്ഞ 2 അറേസ് ആയിട്ട് എടുത്തു. ഇവിടെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വരുമ്പോഴത്തേക്ക് ഈ പ്രിഫിക്സ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഇല്ല. അതിന് പകരം നമ്മൾ ഈ റിസൾട്ട് അറേയിൽ തന്നെ പ്രിഫിക്സിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വേരിയബിളിൽ ഈ സഫിക്സിന്റെ പകരം ഒരു 1 ആയിട്ട് വെക്കുന്നു. അപ്പൊ ആദ്യം നമ്മൾ റിസൾട്ട് അറേയിൽ തന്നെ പ്രിഫിക്സിന്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നു. എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു? കറണ്ട് എലമെന്റ് ഇസ് ഈക്വൽ ടു ആ ആൻസർ അറേയുടെ തന്നെ പ്രീവിയസ് വാല്യൂ ഇൻറ്റു അറേയുടെ നംസ് എന്ന് പറയുന്ന അറേയുടെ പ്രീവിയസ് വാല്യൂ. അപ്പൊ അങ്ങനെ നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഫിക്സ്. ഇവിടെ പോസ്റ്റ് ഫിക്സിന് വേണ്ടി ഒരു അറേ ആയിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തെങ്കിൽ നമ്മൾ ഇവിടെ ഒരു വേരിയബിൾ ആയിട്ട് മാത്രം വെക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻഡ് ഓഫ് ദ അറേന്ന് നമ്മൾ ഐറ്ററേറ്റ് ചെയ്യുന്നു. i ഈസ് ഈക്വൽ ടു n മൈനസ് 1 നിന്ന് നമ്മൾ ഐറ്ററേറ്റ് ചെയ്ത് വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് വാല്യൂ പോസ്റ്റ് ഫിക്സ് അത് 1 ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പോസ്റ്റ് ഫിക്സിനെ നമ്മൾ ഓരോ ഇതായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് വീണ്ടും ആൻസർ അറേൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് എഫക്റ്റീവ്ലി ഇത് പ്രിഫിക്സ് വാല്യൂയും ഇത് പോസ്റ്റ് ഫിക്സ് വാല്യൂ ആയി. അപ്പോൾ അൾട്ടിമേറ്റ്ലി ആൻസർ ഓഫ് i ഈസ് ഈക്വൽ ടു പ്രിഫിക്സിന്റെ പോസ്റ്റ് ഫിക്സ് എന്നാണ് നമ്മൾ ഇവിടെ ചെയ്തത്, ഈ ലാസ്റ്റിൽ ചെയ്തത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്നേ ഉള്ളൂ. നമ്മൾ വേറെ എക്സ്ട്രാ ഒരു അറേ എടുക്കുന്നതിന് പകരം ആൻസർ ഓഫ് iയിൽ പ്രിഫിക്സ് വാല്യൂ ഉള്ളതുകൊണ്ട് അതിനെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു, പോസ്റ്റ് ഫിക്സിനോട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ ആൻസർ അറേ ആയിട്ട് റിട്ടേൺ ചെയ്തു. ഓക്കെ, സോ അതാണ് നമ്മുടെ ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള സൊല്യൂഷൻ. നമ്മൾ വേറെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ യൂസ് ചെയ്യാതെ നമ്മൾ അറേനെ എടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് പ്രിഫിക്സും പോസ്റ്റ് ഫിക്സ് പ്രോഡക്ട്സ് എടുത്ത് നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, സോ ഇതാണ് പ്രോഡക്റ്റ് ഓഫ് അറേ എക്സെപ്റ്റ് സെൽഫ് എന്ന് പറയുന്ന പ്രോബ്ലത്തിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ. താങ്ക് യു.